Hi all. So here today I'm here with organizational layout. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് organizational layout ആണ്. And this is Rehana from IILT. I hope everybody is doing great. Okay, നമുക്ക് ആരെങ്കിലും join ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. Yeah, there are people. Let's wait some time. Let all others join and then we'll start discussing. Okay, I hope everybody was doing great. എല്ലാവരും ഭയങ്കര സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. Okay, so നമ്മൾ ഓൾറെഡി OET റൈറ്റിങ്ങിനെ പറ്റി ഒത്തിരി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. OET റൈറ്റിങ്ങിന്റെ ഫോമാറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കേസ് നോട്ട് എങ്ങനെയാ സെലക്ട് ചെയ്യുന്നതെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രാൻസ്ഫോർമേഷനും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ആ വീഡിയോസ് കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് if you haven't, ഈ ഒരു ലൈവ് കണ്ടതിന് ശേഷം നിങ്ങൾ ബാക്കി വീഡിയോസ് കാണുക so that you get better understanding about OET writing. Okay, yes, so here yes, Ninu Paulo says hi, good morning ma'am. Good morning Ninu. Okay, so നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർഗനൈസേഷണൽ ലേഔട്ട് എന്ന ക്രൈറ്റീരിയൻ ആണ്. ഓക്കെ, സോ ബേസിക്കലി പല സ്റ്റുഡൻസും നമ്മൾ ഓൾറെഡി യൂട്യൂബ് ലൈവിൽ ചെയ്തിട്ടുണ്ടായിരുന്നു സെലക്ഷൻ ഓഫ് കേസ് നോട്ട് അല്ലെ. ഒരു പെർട്ടിക്കുലർ കേസ് നോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇൻഫർമേഷൻ എങ്ങനെയാണ് അല്ലെങ്കിൽ ഡേറ്റ എങ്ങനെയാണ് പിക്ക് ചെയ്യേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. സോ നമ്മളുടെ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തു. സോ അത് കഴിഞ്ഞതിന് ശേഷം ഇതിനെ നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടാണല്ലോ ഒരു ലെറ്ററിലേക്ക് എഴുതുക. സോ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ യൂട്യൂബ് ലൈവിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബേസിക്കലി OET റൈറ്റിംഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. OET റൈറ്റിംഗ് 45 മിനിറ്റ്സ് ആണ് നമുക്ക് സമയം കിട്ടുന്നത്. ആൻഡ് ഈ 45 മിനിറ്റ്സ് ടൈമിനുള്ളിൽ നമ്മൾ 5 മിനിറ്റ്സ് റീഡിംഗ് ടൈമും 40 മിനിറ്റ്സ് റൈറ്റിംഗ് ടൈമും ആണ് എന്നുള്ളത്. അപ്പോൾ പല സ്റ്റുഡൻസും പ്രോപ്പർ ആയിട്ട് ഓർഗനൈസ് ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് അവർക്ക് ശരിക്കും ഒത്തിരി സമയം റൈറ്റിംഗ് ചെയ്യാനായിട്ട് വേണ്ടി വരുന്നത്. പല സ്റ്റുഡൻസും കംപ്ലൈന്റ് ചെയ്യാറുണ്ട്, മിസ് ഇങ്ങനെ ഒത്തിരി സമയം എഴുതാൻ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒത്തിരി ടൈം എനിക്കിങ്ങനെ ലെറ്റർ എഴുതാൻ വേണ്ടി വരുന്നുണ്ട്, എനിക്ക് 45 മിനിറ്റ്സിനുള്ളിൽ ലെറ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വരുന്ന ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് തന്നെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഓർഗനൈസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ലൈവ് സെഷനിലെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എങ്ങനെയാണ് ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു 45 മിനിറ്റ്സിനെ എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് ലെറ്റർ എഴുതാം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ലൈവ് സെഷൻസിലെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ടിട്ടില്ല എങ്കിൽ ഓഫ് കോഴ്സ് അത് പോയിട്ട് കാണുക. ഓക്കെ, യെസ്, അപ്പം ഹായ് അലൻ ഷാജി. സോ യെസ്, അപ്പോ ഈ ഒരു 45 മിനിറ്റ്സ് ടൈമിനെ നമ്മൾ എപ്പോഴും 3ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്യുക. 5 മിനിറ്റ്സ് റീഡിംഗ് ടൈം ആണ് പറയുന്നതെങ്കിൽ പോലും ഒരിക്കലും നിങ്ങൾ 5 മിനിറ്റ്സിൽ നിങ്ങൾ ടൈം റെസ്ട്രിക്ട് ചെയ്യരുത്. അതിൽ കൂടുതൽ സമയം എടുത്ത് നല്ലപോലെ പ്ലാൻ ചെയ്തിട്ട് വേണം. എന്ത് ചെയ്താലും പ്ലാൻ ചെയ്ത് ചെയ്യണം എന്ന് പറയുന്ന പോലെ നമ്മൾ പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യുക, ലെറ്റർ എഴുതാനായിട്ട് തുടങ്ങാൻ. അതല്ല എങ്കിൽ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ യു വിൽ എൻഡ് അപ്പ് ഇറേസിങ് വാട്ട് യു ഹാവ് റിട്ടൺ. കാരണം പല സ്റ്റുഡൻസും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവർ പ്രോപ്പർ ആയിട്ട് ഓർഗനൈസ് ചെയ്യാതെ അല്ലെങ്കിൽ പ്ലാൻ ചെയ്യാതെ വാട്ട് ദേ ഡു ഇസ് അവർ എഴുതാൻ തുടങ്ങും. എഴുതി തുടങ്ങി കഴിയുമ്പോൾ ഐ എം റൈറ്റിംഗ് ടു റെഫർ മിസ്റ്റർ ജോൺ അലക്സ് ഹു ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോഴാണ് വിചാരിക്കുക അയ്യോ ഇങ്ങനെ വേണ്ട, താങ്ക് യു ഫോർ സീയിങ് എഴുതിയാലോ എന്ന് വിചാരിച്ച് അത് ഇറേസ് ചെയ്ത് പിന്നീട് എഗെയിൻ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യും. ഇവിടെയാണ് ശരിക്കും നമ്മളുടെ സമയം പോകുന്നത്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് നിങ്ങൾ നന്നായിട്ട് പ്രോപ്പർലി പ്ലാൻ ചെയ്തിട്ട് എഴുതുവാണെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് വരത്തില്ല. ഓക്കെ, ഹായ് അശ്വതി, ഹായ് വിപിൻ, ഗുഡ് മോർണിംഗ് അശ്വതി. ഓക്കെ, യെസ്, സോ നമുക്ക് നമ്മളുടെ സ്ലൈഡിലേക്ക് പോവാം. ഐ ഹോപ്പ് എവറിബഡി ക്യാൻ സീ ദ സ്ലൈഡ്. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് സ്ലൈഡ്. ഓക്കെ, ഓർഗനൈസേഷൻ. എന്താണ് ഓർഗനൈസേഷൻ? ഓക്കെ, നമ്മൾ ഓൾറെഡി സെലക്ഷൻ ഓഫ് കേസ് നോട്ട് കംപ്ലീറ്റ് ചെയ്തിരുന്നു. അതിന്റെ അടുത്ത സ്റ്റെപ്പാണ് ഓർഗനൈസ് ചെയ്യേണ്ടത്. സോ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസന്റിംഗ് ദ റെലവന്റ് ഡേറ്റ ഓർ ഇൻഫർമേഷൻ അക്കോർഡിംഗ് ടു ദെയർ ഇമ്പോർട്ടൻസ് ഇൻ ദ ലെറ്റർ ഇസ് കോൾഡ് ഓർഗനൈസേഷൻ. സോ നമുക്ക് ഒരു പെർട്ടിക്കുലർ റെസിപ്പിയന്റിനെ കിട്ടിയിട്ടുണ്ടാവും അല്ലെ.
എല്ലാ ലെറ്ററിലും എല്ലാ കേസ് നോട്ടിലും ഒരു പെർട്ടിക്കുലർ റെസിപ്പിയന്റ് നമുക്ക് തന്നിട്ടുണ്ടാവും. സോ റെസിപ്പിയന്റിന് വേണ്ടുന്ന ഇൻഫർമേഷനെ അവരുടെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് നമ്മൾ അതിനെ പ്രസന്റ് ചെയ്യുന്ന ആ ഡേറ്റ പ്രസന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി കേസ് നോട്ടിൽ ഒത്തിരി ഇൻഫർമേഷൻ ഉണ്ട്, പക്ഷെ എല്ലാ ഡേറ്റയും നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല അല്ലെ. മേ ബി ഒരു 25 to 30 പോയിന്റ്സ് ഉണ്ടെന്ന് വിചാരിച്ചു, പക്ഷെ അതിൽ എല്ലാ പോയിന്റ്സും നമ്മൾ റീഡർക്ക് എഴുതേണ്ട കാര്യം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ അതിനെ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലെ. മേ ബി ഒരു 25 പോയിന്റ്സ് 10 പോയിന്റ്സ് മാത്രം മതിയായിരിക്കും നമുക്ക് ലെറ്ററിലേക്ക് എഴുതാൻ വേണ്ടി. പക്ഷെ ഈ 10 പോയിന്റ്സ് നമ്മൾ എങ്ങനെ എഴുതണം? ചുമ്മാ വെറുതെ എഴുതി പോയാൽ പോരല്ലോ. അത് പ്രോപ്പർലി നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ട് തന്നെ വേണം എഴുതാനായിട്ട്. നിങ്ങൾ പല സ്റ്റുഡൻസിന്റെയും ലെറ്റർ വായിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും, ഇപ്പോ ജസ്റ്റ് ഇമാജിൻ ഞാനാണ് റീഡർ. ഓക്കെ, എനിക്കൊരു ലെറ്റർ കിട്ടി, അപ്പൊ ഞാനിത് വായിക്കുവാണ്. ഞാൻ വായിച്ചു, പക്ഷെ എനിക്ക് എന്തോ ഒരു ക്ലാരിറ്റി കുറവുണ്ട്. ഞാൻ പിന്നെയും വായിക്കുവാണ് എങ്കിൽ ഓഫ് കോഴ്സ് ആ ലെറ്ററിന് എന്തോ പ്രശ്നമുണ്ട്, അതിന്റെ ഓർഗനൈസേഷനിൽ എന്തോ പ്രശ്നമുണ്ട്. അതായത് ആ റീഡറിന് ഒന്നുകൂടെ ഇത് വായിക്കാൻ തോന്നണമെങ്കിൽ അല്ലെങ്കിൽ വായിക്കണമെങ്കിൽ മേ ബി ദർ ഇസ് സം ക്ലാരിറ്റി ഇഷ്യൂസ് അല്ലെ. അവിടെ എന്തോ ഒരു ഓർഗനൈസേഷണൽ മിസ്റ്റേക്സ് ഉണ്ട്. അതുകൊണ്ടായിരിക്കണം റീഡർ അത് റീഡ് ചെയ്യുന്നത് അല്ലെ, ഒന്നുകൂടെ വായിക്കുന്നത്. അത്രയും നല്ല ലെറ്റർ ആണെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ഒന്നുകൂടെ വായിക്കേണ്ട ആവശ്യം വരുന്നില്ല, അവർക്ക് അത്രയും സമയം കളയേണ്ടി വരുന്നില്ല. അത് ഒരു മോശം ഓർഗനൈസേഷനിലാണ് നമ്മൾ എഴുതിയിട്ടുള്ളതെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകൂടെ വായിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് അല്ലെ. സോ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, പ്രോപ്പർലി ഓർഗനൈസ് ചെയ്തൊരു ലെറ്ററിന് നല്ലൊരു മാർക്ക് എന്തായാലും ആ ഒരു ക്രൈറ്റീരിയന് നമുക്ക് മാർക്ക് പോത്തേ ഇല്ല അല്ലെ. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. നിങ്ങൾ ഓഫ് കോഴ്സ് എന്തായാലും OET വെബ്സൈറ്റ് ഒക്കെ എടുക്കുമ്പോൾ കാണാൻ പറ്റും അല്ലെ, ഏതൊക്കെ ക്രൈറ്റീരിയസ് ആണ് ഉള്ളത് എന്നുള്ളതൊക്കെ. അപ്പൊ അതിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓർഗനൈസേഷൻ ആൻഡ് ലേ ഔട്ടിൽ നമുക്ക് നല്ലൊരു ബാൻഡ് കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടതെന്ന്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. സോ അതിൽ പറയുന്നത് എന്താണ്, ഓർഗനൈസേഷൻ ആൻഡ് പാരഗ്രാഫിംഗ് ആർ അപ്രോപ്രിയേറ്റ്. ഓർഗനൈസേഷനും പാരഗ്രാഫിംഗും അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. ലോജിക്കൽ ആൻഡ് ക്ലിയർ. കീ ഇൻഫർമേഷൻ ഇസ് ഹൈലൈറ്റഡ് ആൻഡ് സബ് സെക്ഷൻസ് ആർ വെൽ ഓർഗനൈസ്ഡ്. ഡോക്യുമെന്റ് ഇസ് വെൽ ലെയ്ഡ് ഔട്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് നല്ലൊരു ബാൻഡ് കിട്ടും. അതായത് നമ്മളുടെ ഓർഗനൈസേഷനും പാരഗ്രാഫിംഗും അപ്രോപ്രിയേറ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ ലോജിക്കൽ ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം. പിന്നീട് എന്താ പറയുന്നത്, നമുക്ക് വേണ്ടുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതുകൂടാതെ സബ് സെക്ഷൻസ് നല്ലപോലെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടാവണം. അത് കൂടാതെ തന്നെ ലേ ഔട്ടിലും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ OET തന്നെ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് കിട്ടും എന്നാണ് പറയുന്നത് അല്ലേ. സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ലൈക്ക് അതിന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞേക്കുന്നതാണ്. ദ ക്രൈറ്റീരിയൻ എക്സാമിൻസ് ഹൗ വെൽ ദ ഡോക്യുമെന്റ് ഇസ് ഓർഗനൈസ്ഡ് ആൻഡ് ലേഡ് ഔട്ട്. കാരണം നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു കേസ് നോട്ടിനെ നമ്മൾ എത്ര നന്നായിട്ടാണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്, എത്ര നന്നായിട്ടാണ് ലേ ഔട്ട് ഒക്കെ ഫോളോ ചെയ്തിട്ടുള്ളത് എന്ന് നോക്കും. അതുപോലെ തന്നെ ഇറ്റ് ഓൾസോ എക്സാമിൻസ് വെദർ ദ പാരഗ്രാഫിംഗ് ഇസ് അപ്രോപ്രിയേറ്റ്. ഓഫ് കോഴ്സ് നമ്മൾ ലെറ്റർ എഴുതുമ്പോൾ 3-4 പാരഗ്രാഫ്, ലൈക്ക് ഇറ്റ് ഡിപ്പെൻസ്, ഓരോ കേസ് നോട്ട് അനുസരിച്ച് നമ്മൾ അതിനനുസരിച്ച് പാരഗ്രാഫുകൾ ഉണ്ടാവും അല്ലെ. അതെല്ലാം അപ്രോപ്രിയേറ്റ് ആണോ, like whether the subsection within the document are logically organized and whether the key information is clearly highlighted. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒത്തിരി ഇൻഫർമേഷൻ ഉണ്ടാവും, അതെല്ലാം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടോ. അതുപോലെ തന്നെ ഒരു ഇൻഫർമേഷനും ആൻഡ് ദ റീഡേഴ്സ് സോ ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ഈസിലി മിസ്ഡ്. അത് മേ ബി നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടില്ല എങ്കിലും റീഡർ ഇത് നോട്ടീസ് ചെയ്യാനുള്ള ചാൻസസ് കുറവാണ്. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യാതെ നമ്മൾ പ്രോപ്പറായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടോ. അതുപോലെ തന്നെ ദ ക്രൈറ്റീരിയൻ ഓൾസോ കൺസിഡേഴ്സ് വെദർ ദ ലേ ഔട്ട് ഓഫ് ദി ഡോക്യുമെന്റ് ഇസ് അപ്രോപ്രിയേറ്റ്. ലേ ഔട്ട് പ്രോപ്പർ ആണ് എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യും. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് നല്ലൊരു സ്കോർ ഈ ഒരു പെർട്ടിക്കുലർ ക്രൈറ്റീരിയനിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ ഓക്കെ yes, now let's move to the next slide.
ഇതിനെ തന്നെ ജസ്റ്റ് ഒരു പോയിന്റ്സിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ഒരു ലെറ്റർ എഴുതുമ്പോൾ ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞു ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കേസ് നോട്ട്. മേ ബി നമ്മളൊരു 3 to 4 പാരഗ്രാഫ്സിൽ എഴുതും, ചിലർ 4 to 5 പാരഗ്രാഫ്സിൽ എഴുതും. ആക്ച്വലി അങ്ങനെ ഒരു സ്ട്രിക്റ്റ് റൂളൊന്നും ഇല്ല, ലൈക്ക് ഇത്രയും പാടുള്ളൂ അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ എഴുതാൻ പാടുള്ളൂ, അങ്ങനെ ഒരു സ്ട്രിക്റ്റ് റൂൾ ഒന്നും എവിടെയും ഇല്ല. ഓക്കെ, ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് യു യൂസ് എ കറക്റ്റ് ലേ ഔട്ട്. അതുപോലെ തന്നെ കീ ഇൻഫർമേഷൻ എപ്പോഴും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ എല്ലാ ഐഡിയാസും നമ്മൾ വളരെ ഈസിലി ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ടാവണം. ഒത്തിരി ഇൻഫർമേഷൻസ് ഇൻഫർമേഷൻ ഒരുമിച്ച് ലോജിക്കലി ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യുക. മേ ബി ഒരേ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് ഒരുമിച്ച് നമ്മൾ കൊണ്ടുവരിക. സോ ദാറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഓർഗനൈസേഷനിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, യെസ്, I hope you can see it. So next slide എന്താ പറയുന്നത്? നെക്സ്റ്റ് സ്ലൈഡിൽ എങ്ങനെ നമുക്ക് ഇതിനെ ഓർഗനൈസ് ചെയ്യാം എന്നുള്ളതാണ്. സോ ബേസിക്കലി ആർക്കെങ്കിലും ഇത് എങ്ങനെ ഓർഗനൈസ് ചെയ്യാം എന്ന് പറയാൻ പറ്റുമോ? Can anybody please tell me how can we organize? ഓൾറെഡി ഇതിലുണ്ട്, പക്ഷെ ലൈക്ക് നമുക്ക് 2 രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. സോ ഈ 2 രീതികൾ എങ്ങനെയാണ് എന്നുള്ളത് എനി ഐഡിയ? സോ ഓക്കെ, മെയിൻലി നമ്മൾ 2 രീതിയിലാണ് ചെയ്യുന്നത്. ഒന്ന് ക്രോണോളജിക്കലി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും, പിന്നെ നമുക്ക് തീമാറ്റിക്കലി ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ anybody can please tell me what is chronological organization or thematical organization? എങ്ങനെയാണ് ക്രോണോളജിക്കലി ഓർഗനൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് തീമാറ്റിക്കലി ഓർഗനൈസ് ചെയ്യുന്നത്? ആർക്കെങ്കിലും പറയാനായിട്ട് പറ്റുമോ? Let's wait for the responses. എനിക്ക് തോന്നുന്നു ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ലൈക്ക് ഒത്തിരി പേര് കാണുന്നുണ്ട്. തെറ്റായിക്കോട്ടെ, ലൈക്ക് യു ക്യാൻ ടെൽ യുവർ വ്യൂസ് അബൌട്ട് ഇറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം, നോ പ്രോബ്ലം. ഇവിടെ ആരും നിങ്ങളെ ജഡ്ജ് ചെയ്യാനൊന്നും അല്ല. ജസ്റ്റ് കം അപ്പ് വിത്ത് യുവർ ഓൺ ഒപ്പീനിയൻസ്. ഓക്കെ, നോ പ്രോബ്ലം. സോ ബേസിക്കലി നമുക്ക് 2 രീതിയിൽ ഇതിനെ ചെയ്യാനായിട്ട് പറ്റും അല്ലെ? ക്രോണോളജിക്കലി നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റും, അത് കൂടാതെ തീമാറ്റിക്കലി നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ക്രോണോളജിക്കൽ ഓർഗനൈസേഷൻ. ഓക്കെ, ക്രോണോളജിക്കലി എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നത്? സോ നമുക്ക് 2 രീതിയിൽ തന്നെ ക്രോണോളജിക്കലി ഓർഗനൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഇപ്പൊ ഇവിടെ 2 ടേബിളുണ്ട്. 2 ടേബിളിലും 2 കാര്യങ്ങളാണ്. ലൈക്ക് ബേസിക്കലി ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ, പക്ഷെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. നമുക്ക് നോക്കാം. സോ ആദ്യത്തിൽ പറയുന്നത് എന്താ? അക്കോർഡിംഗ് ടു ദ ടൈം ഫ്രെയിം ഓർ പേഷ്യൻസ് വിസിറ്റ്. അതായത് പേഷ്യന്റിന്റെ വിസിറ്റ് ചെയ്യുന്ന ആ ഒരു ടൈം അക്കോർഡിംഗ്ലി, ഇപ്പം അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ ഇപ്പൊ ഒത്തിരി ഡേറ്റ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് കേസ് നോട്ടുകളിൽ ഒത്തിരി ഡേറ്റ്സ് തന്നിട്ട് നമുക്ക് തരുന്നുണ്ടാവും അല്ലെ? അപ്പൊ അതിനെ ആദ്യം നമ്മൾ ഫസ്റ്റ് വിസിറ്റ് പറയുന്നു, പിന്നെ നമ്മൾ സെക്കൻഡ് വിസിറ്റ് പറയുന്നു, പിന്നെ നമ്മൾ തേർഡ് വിസിറ്റ് പറയുന്നു. അങ്ങനെ ആദ്യം വന്നത് മുതൽ ഇപ്പോ കറന്റ്ലി എവിടെയാണ് വന്ന് നിൽക്കുന്നത് അങ്ങനെ എഴുതുന്നത് ഒരു രീതി. ക്രോണോളജിക്കലി തന്നെ 2 രീതിയിൽ എഴുതാം. ഒന്ന് ആദ്യം ലൈക്ക് പഴയത് മുതൽ പുതിയത് വരെ, രണ്ടാമത്തേത് പുതിയതിൽ നിന്ന് പഴയതിലേക്ക്, ലൈക്ക് അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇപ്പൊ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് പഴയ വിസിറ്റ് മുതൽ പുതിയ വിസിറ്റ് വരെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ടൈം ഫ്രെയിമിനെ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ആദ്യം നമ്മൾ ഓഫ്കോഴ്സ് എല്ലാ ലെറ്ററിലും എഴുതുന്ന പോലെ തന്നെ പേർപ്പസ് എഴുതും, പിന്നീട് ഫസ്റ്റ് വിസിറ്റിനെ പറ്റി എഴുതും, പിന്നീട് സെക്കൻഡ് വിസിറ്റിനെ പറ്റി എഴുതും, തേർഡ് വിസിറ്റ്സിനെ പറ്റി എഴുതും. ഇനി ഒത്തിരി വിസിറ്റ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ എഴുതും. പിന്നീട് അതിനുശേഷം ഏറ്റവും റീസെന്റ് ആയിട്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ടാവല്ലോ, മേ ബി ഫസ്റ്റ് വിസിറ്റ് ചിലപ്പോൾ ജാനുവരിയിലോ അങ്ങനെ എന്തെങ്കിലും. ഇപ്പൊ കറന്റ്ലി ഇപ്പൊ നമ്മൾ ഒക്ടോബറിലാണുള്ളത് അല്ലെ?
അപ്പോൾ ഫസ്റ്റ് വിസിറ്റ് മേ ബി എന്തായിരിക്കാം, സേ ആൻ എക്സാമ്പിൾ ഓഗസ്റ്റിലായിരിക്കാം. ഓക്കെ, ഒരു ഇപ്പൊ ഒക്ടോബർ ആണ്, ഓഗസ്റ്റിലാണ് ഫസ്റ്റ് വിസിറ്റ്, ഒരു 2 months മുന്നേ. ആദ്യം വന്നത് ഓഗസ്റ്റിലാണ്, പിന്നീട് സെപ്റ്റംബറിൽ വന്നു, ഒക്ടോബർ ഫസ്റ്റ് വീക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും റീസെന്റ് ആയിട്ട് വന്നത് ഇന്നാണ്. അപ്പൊ 4 വിസിറ്റ്സ് മൊത്തം ഉണ്ട് അല്ലെ. സോ ഈ 4 വിസിറ്റ്സ് നമ്മൾ പറയുമ്പോൾ ആദ്യം വന്ന കംപ്ലൈന്റ്സ് ആദ്യം പറഞ്ഞു, രണ്ടാമത്തെ കാര്യങ്ങൾ നമ്മൾ പിന്നീട് പറഞ്ഞു, പിന്നീട് മൂന്നാമത്തെ വിസിറ്റിന്റെ കാര്യങ്ങൾ പറഞ്ഞു, അതിനുശേഷം ഇന്ന് വന്ന വിസിറ്റിന്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഈ ഒരു ഓർഡറിൽ നമ്മൾ എഴുതുന്നത് എന്താണ്, കറക്റ്റ് ആണ്, ഇതിൽ തെറ്റൊന്നുമില്ല, ഇങ്ങനെ എഴുതാൻ പാടില്ല എന്ന് എവിടെയും പറയുന്നില്ല. യു ക്യാൻ ആക്ച്വലി ഫോളോ ദിസ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്ചാർജ് പ്ലാൻ എഴുതുന്നു. സോ ബേസിക്കലി ഒരു ലെറ്റർ എങ്ങനെയാണ് നമ്മൾ എഴുതുക, ഓഫ് കോഴ്സ് പേർപ്പസ് ഉണ്ടാവും, അത് കഴിഞ്ഞ് ബോഡി പാരഗ്രാഫ് ആണ് അല്ലെ. അത് നമുക്ക് പല രീതിയിൽ എഴുതാം. അപ്പൊ ഒരു രീതി എന്ന് പറയുന്നത്, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് വിസിറ്റിന്റെ കാര്യം പറഞ്ഞു, പിന്നീട് സെക്കൻഡ് വിസിറ്റ്, തേർഡ് വിസിറ്റ്, മോസ്റ്റ് റീസെന്റ് വിസിറ്റ്, അതിനുശേഷം ഡിസ്ചാർജ് പ്ലാൻ. സോ ഈ ഒരു രീതിയിൽ നമുക്ക് എഴുതാം. ഇനി അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ്. പേഷ്യന്റിനെ നമ്മൾ എമർജൻസി അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് റെഫർ ചെയ്യുവാണ്. ഓക്കെ, സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്തായിരിക്കും, ഇപ്പോഴത്തെ കംപ്ലൈന്റ് അല്ലെ, കറന്റ്ലി എന്തൊക്കെ പ്രശ്നങ്ങളായിട്ട് വന്നു എന്നുള്ളത് ആദ്യം പറയും. അതിനുശേഷം ഓക്കെ, ഓഗസ്റ്റിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൂടാതെ സെപ്റ്റംബറിലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്യും അല്ലെ. അതും കറക്റ്റ് ആണ്. നമ്മൾ ജസ്റ്റ് ഓപ്പോസിറ്റ് രീതിയിൽ എഴുതുന്നു എന്നുള്ളതാണ്. ഡിപ്പെൻഡിങ് ഓൺ ദ കേസ് നോട്ട് യു ക്യാൻ റൈറ്റ് ബോത്ത് ദ വേസ്. രണ്ട് രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, യെസ്, വൈഗ സേസ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വൈഗ. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ക്രോണോളജിക്കലി എഴുതാം. ഒന്ന് ഫസ്റ്റ് വിസിറ്റ്, സെക്കൻഡ് വിസിറ്റ്, തേർഡ് വിസിറ്റ്, റിസെന്റ് വിസിറ്റ്, അങ്ങനെ എഴുതാം. പിന്നെ റിസെന്റ് വിസിറ്റ് മുതൽ താഴോട്ട് പഴയ കാര്യങ്ങളിലേക്ക്, അതായത് ഇപ്പൊ റിസെന്റ് വിസിറ്റ് എഴുതാം, അതിനുശേഷം ഫസ്റ്റ് വിസിറ്റും സെക്കൻഡ് വിസിറ്റും ഒക്കെ നമുക്ക് എഴുതാം. അപ്പൊ പല രീതിയിൽ നമുക്ക് എഴുതാം. ബോത്ത് ആർ കറക്റ്റ്, രണ്ടും കറക്റ്റ് ആണ്. ഒരിക്കലും നമുക്ക് ഇതിനെ തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ല, കാരണം രണ്ട് രീതിയിൽ നമുക്ക് എഴുതുന്നതിൽ ഒരു കുഴപ്പമില്ല. ഓക്കെ, യെസ്. അപ്പോൾ ക്രോണോളജിക്കലി എഴുതുന്നതിനെ പറ്റി ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. അപ്പോൾ അതിനു മുന്നേ ഇവിടെ എമർജൻസി സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞു പർപ്പസ് ഓഫ് റൈറ്റിംഗ്, മോസ്റ്റ് റീസെന്റ് വിസിറ്റ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് വിസിറ്റ്, ഡിസ്ചാർജ് പ്ലാൻ. സോ ഈ ഒരു ഫോർമാറ്റ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. ഓക്കെ, ഇപ്പോ ഇവിടെ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് നെക്സ്റ്റ് സ്ലൈഡിൽ എന്താ പറയുന്നത്, യൂസിങ് ദ ഇൻഫർമേഷൻ ഗിവൻ ഇൻ ദ കേസ് നോട്ട്സ്. ഓക്കെ, കേസ് നോട്ടിൽ തന്നിട്ടുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് വി നീഡ് ടു റൈറ്റ് എ ലെറ്റർ ടു മിസസ് കുലൻ. മിസസ് കുലൻ ആണ് ലെറ്റർ എഴുതുന്നത്. മിസസ് കുലൻ ആരാണ്? യൂണിവേഴ്സിറ്റി പ്രാക്ടീസ് നഴ്സ് ആണ്, ഒരു യൂണിവേഴ്സിറ്റി പ്രാക്ടീസ് നഴ്സ് ആണ്. In your letter, briefly outline Jake Peterson's history and your concerns. Jake Peterson's history and concerns ഒക്കെ include ചെയ്തിട്ടുള്ള ഒരു ലെറ്റർ ആണ്. Address your letter to Monica Cullen, senior nurse practitioner, University of Marchbank Health Center, Hills Dune Road, Marchbank. Okay. Okay, Geetu Adityan says hi. Hi Geetu. Okay, ഇപ്പൊ നമ്മള് ഈ ഒരു പെർട്ടിക്കുലർ കേസ് നോട്ടിൽ എങ്ങനെ ഇതിനെ ഓർഗനൈസ് ചെയ്യാമെന്ന് നോക്കാം. സോ ബേസിക്കലി ഇത് നമ്മൾ ആർക്കാണ് എഴുതുന്നത്? മോണിക്ക കുല്ലൻ, യൂണിവേഴ്സിറ്റി പ്രാക്ടീസ് നഴ്സ്. എന്തിനു വേണ്ടിയിട്ടാണ് എഴുതുന്നത്? ടു ബ്രീഫ്ലി ഔട്ട്ലൈൻ ജേക്ക് പീറ്റേഴ്സൺസ് ഹിസ്റ്ററി ആൻഡ് യുവർ കൺസേൺസ്. ഓക്കെ, അപ്പം നഴ്സിന്റെ കൺസേൺസും അതുപോലെ ജേക്ക് പീറ്റേഴ്സന്റെ ഹിസ്റ്ററി ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരു ഡേറ്റ് ആണ്. ഓഫ്കോഴ്സ് ഹിസ്റ്ററി ഇൻക്ലൂഡ് ചെയ്യാന്ന് പറയുമ്പോൾ പഴയ കാര്യങ്ങൾ മുതൽ എന്തായാലും ഒത്തിരി ഇൻഫർമേഷൻ ഉണ്ടാവും അല്ലെ. നമുക്ക് ജസ്റ്റ് കേസ് നോട്ട് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോ കേസ് നോട്ടിൽ എന്താ പറയുന്നേ? കേസ് നോട്ടിൽ ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. സോ അടുത്തതിൽ കേസ് നോട്ട് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ കേസ് നോട്ട് ഇസ് ആക്ച്വലി അബൌട്ട് the patient called Jake Peterson അല്ലെ. എനിക്ക് തോന്നുന്നു ഈ കുറേ ഡേറ്റ്സ് തന്നിട്ടുണ്ട്, ഒത്തിരി ഡേറ്റ്സ് തന്നിട്ടുണ്ട് അല്ലെ. മാർച്ച് 2014, മെയ് 2014, 2014, 18, ഡിസംബർ 2018, ഫെബ്രുവരി 2018, മാർച്ച് 2019, മെയ് 2019, ജൂൺ, ജൂലൈ 2019, അങ്ങനെ ഒത്തിരി ഡേറ്റാസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ.
ഓക്കെ, പിന്നീടാണ് നമുക്ക് ഡിസ്ചാർജ് പ്ലാൻ തന്നേക്കുന്നത്. സോ ഇവിടെ നമുക്കിതിനെ എങ്ങനെ എഴുതാനായിട്ട് പറ്റും? എനി ഐഡിയ? കാരണം ഇവിടെ നമ്മളോട് എന്താ ചോദിച്ചേക്കുന്നത്, പേഷ്യന്റിന്റെ കേസ് നോട്ട്. ഞാൻ ജസ്റ്റ് പ്രീവിയസ് സ്ലൈഡിലേക്ക് ഒന്ന് പോവാം. പ്രീവിയസ് സ്ലൈഡിൽ എന്താ പറയുന്നത്? പ്രീവിയസ് സ്ലൈഡിൽ പറയുന്നത് ബ്രീഫ്ലി ഔട്ട്ലൈൻ ജേക്ക് പീറ്റർസൺസ് ഹിസ്റ്ററി ആൻഡ് യുവർ കൺസേൺ. ജേക്ക് പീറ്റർസന്റെ ഹിസ്റ്ററിയും അതുപോലെ കൺസേൺസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് യൂണിവേഴ്സിറ്റി നേഴ്സിന് ലെറ്റർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും നമുക്ക് ഇതിനെ ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നത്? എനി ഐഡിയ? ലൈക്ക് ഇപ്പൊ നമ്മൾ ക്രോണോളജിക്കലി തന്നെയാണ് ചെയ്യുന്നത്, കാരണം ഒത്തിരി ഡേറ്റ്സ് ഉണ്ടല്ലോ. അപ്പോ ഇതൊരു ഇമ്മീഡിയറ്റ് കൺസൾട്ടേഷൻ അല്ല, അല്ലെ? ഇവിടെ എവിടെയും പറഞ്ഞിട്ടില്ല റൈറ്റിംഗ് ടാസ്കിൽ അർജന്റ് കൺസൾട്ടേഷൻ ആണ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് റെഫറൽ ആണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്രോണോളജിക്കലിയിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തില്ലേ, ആദ്യത്തെ വിസിറ്റ്, രണ്ടാമത്തെ വിസിറ്റ്, മൂന്നാമത്തെ വിസിറ്റ്, റിസൺ കംപ്ലൈൻസ്, അങ്ങനെ നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ നമ്മൾ എഴുതുമ്പോൾ എന്താണ്, ജേക്ക് ഫസ്റ്റ് പ്രസന്റഡ് വിത്ത് സോ ആൻഡ് സോ കംപ്ലൈൻസ്, പിന്നീട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതിൽ പറയുന്നത് എന്താണ്, പേഷ്യന്റിന് ശരിക്കും ഫസ്റ്റ് വിസിറ്റ് ലൈക്ക് പ്രസന്റിങ് കംപ്ലൈന്റ്, ഇപ്പത്തെ കംപ്ലൈന്റ് എന്ന് പറയുന്നത് ഹെയർ ലോസ്, ലൈക്ക് മാർച്ച് 2014 സ്കൂൾ ക്ലിനിക്കിൽ വന്നു, പ്രസന്റഡ് വിത്ത് ഹെയർ ലോസ് ആൻഡ് പാച്ചസ്, ആൻസൈറ്റി ഉണ്ടായിരുന്നു, പിന്നെ personality changes ഉണ്ടായിരുന്നു, aggression, sleep loss, further hair loss, return of anxiety, general health checkup, like 6 kilo weight loss, recommended to see a doctor regarding hair loss, cause complications of homeopathic treatment, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്, അല്ലെ? പിന്നെ referred to school counselor, did not attend checkup, increased alcohol consumption, minimum 28 units per week, exam time, extreme anxiety, increased hair loss, student concerned about transition to university shortly and independent living. Okay, so ഇത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ ആദ്യം മുതലേ, അതായത് പേഷ്യന്റ് ഫസ്റ്റ് ടൈം കാണുന്നത് മുതലേ ഉള്ള പ്രശ്നങ്ങൾ, അതായത് ആൾക്ക് ഹെയർ ലോസ് ആണ് മെയിൻ ആയിട്ട് ഇഷ്യൂ ഉണ്ടായിരുന്നത്, അപ്പൊ ഹെയർ ലോസിന്റെ കാര്യങ്ങൾ പറയുക, പിന്നെ അങ്ങനത്തെ ഒത്തിരി ഡേറ്റാസ്. ഇപ്പം അത് കൺസൈസ് ചെയ്തിട്ട് ആദ്യത്തെ ആ ഒരു കംപ്ലൈന്റ് മുതൽ നമുക്ക് ഇങ്ങനെ എല്ലാ ഡേറ്റ്സ് ഇട്ടിട്ട് നമുക്ക് പറയണം എന്നില്ല, കാരണം ഒത്തിരി ഡേറ്റ്സ് ഒക്കെ ഇട്ട് നമ്മൾ ലെറ്റർ എഴുതുവാണെങ്കിൽ ഒരു ലൊഗരിതം ടേബിൾ പോലെ ആയിരിക്കും. അങ്ങനെയൊന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ആദ്യത്തെ ടൈമിൽ വന്ന കംപ്ലൈന്റ്സ്, പിന്നീടുള്ള കംപ്ലൈന്റ്സ് എല്ലാം കൂടെ കൺസൈസ് ചെയ്തിട്ട് നമുക്ക് 2-3 പാരഗ്രാഫുകളിലായിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ കേസ് നോട്ട് ഒരു ഇമ്മീഡിയറ്റ് കൺസൾട്ടേഷൻ അല്ലാത്തത് കൊണ്ട് നമ്മളിത് ഫസ്റ്റ് വൺ ക്രോണോളജിക്കലി തന്നെ ആദ്യത്തെ വിസിറ്റ്, രണ്ടാമത്തെ വിസിറ്റ്, മോസ്റ്റ് റീസെന്റ് വിസിറ്റ്, അങ്ങനെയാണ് നമ്മൾ എഴുതുക, അല്ലെ? സോ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ക്ലിയർ ആയി. ഒത്തിരി ഡേറ്റ്സ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ എഴുതുന്നതാണ് നല്ലത്. ഓക്കെ, സോ ദിസ് ഈസ് വൺ എക്സാമ്പിൾ. നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് എക്സാമ്പിൾ. Let me share the next slide. നമുക്ക് അടുത്ത സ്ലൈഡ് ഒന്ന് നോക്കാം. സോ അടുത്ത സ്ലൈഡ് നമ്മൾ നോക്കുമ്പോൾ അടുത്ത സ്ലൈഡിൽ റൈറ്റിംഗ് ടാസ്ക് എന്താ പറയുന്നത്? യൂസിംഗ് ദ ഇൻഫർമേഷൻ ഇൻ ദ കേസ് നോട്ട്, റൈറ്റ് എ ലെറ്റർ ഓഫ് റെഫറൽ ടു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കൺസൾട്ടന്റ്. ഓക്കെ, റൈറ്റ് എ ലെറ്റർ ഓഫ് റെഫറൽ ടു എമർജൻസി department consultant on duty, outlining the case and requesting an urgent assessment and management. So നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത് എന്താ? urgent assessmentum managementum ആണ്. Okay, address a letter to emergency department consultant on duty, ന്യൂട്ടൺ ഹോസ്പിറ്റൽ. പിന്നെ അഡ്രസ് ആണ് പറഞ്ഞേക്കുന്നത്. സോ ഈ ഒരു പെർട്ടിക്കുലർ ലെറ്ററിൽ എമർജൻസി അസസ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്, അല്ലെ? ലൈക്ക് റിക്വസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ കേസ് നോട്ട് ഒന്ന് നോക്കാം. Let's move to the next slide. Okay, so ഇവിടെ again ഒത്തിരി ഡേറ്റ്സ് തന്നിട്ടുണ്ട്, അല്ലെ? നമ്മൾ നോക്കുവാണെങ്കിൽ പെട്രീഷ്യ സ്റ്റൈൽസ് ഏജ് തന്നിട്ടുണ്ട്, അഡ്രസ് തന്നിട്ടുണ്ട്, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് തന്നിട്ടുണ്ട്, മെഡിക്കൽ ഹിസ്റ്ററി തന്നിട്ടുണ്ട്, പിന്നെ ഫാമിലി ഹിസ്റ്ററി തന്നിട്ടുണ്ട്, ലൈഫ് സ്റ്റൈൽ തന്നിട്ടുണ്ട്, പിന്നെ മെഡിക്കേഷൻസ് തന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് റെക്കോർഡ് വന്നിട്ടുണ്ട്, അല്ലെ? 23 ഓഗസ്റ്റ് 2019, 24 ഓഗസ്റ്റ് 2019 മാനേജ്മെന്റ് ഇവാലുവേഷൻ, 25 ഓഗസ്റ്റ് 2019 അസസ്മെന്റ് പ്ലാൻ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ അർജന്റ് കൺസൾട്ടേഷൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ അവരുടെ കണ്ടീഷൻ എങ്ങനെയാണ്, ലൈക്ക് പ്രസന്റ്ലി അവരുടെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ അഡ്രസ് ചെയ്തിട്ട്
പണ്ട് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പണ്ടത്തെ അസസ്മെന്റിൽ ഇന്ന കാര്യങ്ങളൊക്കെയാണ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ നമ്മൾ ഓൾറെഡി ക്രോണോളജിക്കലി തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ക്രോണോളജിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അർജന്റ് റെഫറൽ ആണെങ്കിൽ മോസ്റ്റ് റീസെന്റ് വിസിറ്റ് ആദ്യം പറഞ്ഞിട്ട് ബാക്കിയുള്ള വിസിറ്റ്സിനെ പറ്റി പിന്നീട് പറയാം. അതല്ല ഇനി നമുക്ക് ഒത്തിരി ഡേറ്റ്സ് ഒക്കെ തന്നിട്ട് ജസ്റ്റ് ഹിസ്റ്ററി ഒക്കെ ഔട്ട്ലൈൻ ചെയ്യാനാണെങ്കിൽ ആദ്യം മുതലേ നമുക്ക് പറയാം. സോ ദാറ്റ് ഈസ് എ ബെറ്റർ വൺ. അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ ഇതിൽ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഓക്കെ, ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. അപ്പോൾ ക്രോണോളജിക്കലി പറയുന്ന കാര്യങ്ങൾ ഇത്രയാണ്. ബേസിക്കലി വളരെ എളുപ്പമാണ്. നിങ്ങളത് നന്നായിട്ട് ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ ഫോർ യു. ഇനി നമുക്ക് തീമാറ്റിക്കലി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, തീമാറ്റിക്കലി എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? തീമാറ്റിക്കലി നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആദ്യം ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, വിൽ ഇൻക്ലൂഡ് ദ ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ ഫസ്റ്റ്. സോ പുട്ടിങ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ ഫസ്റ്റ്, ആ ഒരു പെർട്ടിക്കുലർ റെപ്രസെന്റേഷൻ ആണ് നമ്മൾ തീമാറ്റിക്കലി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഇതും അഗൈൻ നല്ലൊരു വേ ഓഫ് ഓർഗനൈസിങ് എ ലെറ്റർ ആണ്. കാരണം യു ക്യാൻ ആക്ച്വലി ഓർഗനൈസ് യുവർ ലെറ്റർ ഇൻ ദിസ് വേ ഓൾസോ. ഇവിടെ എന്ന് പറയുന്നത് ഒത്തിരി ആസ്പെക്ട്സ് ഉണ്ട്. ഇപ്പം പേഷ്യന്റെ കറന്റ് സിറ്റുവേഷനെ പറ്റി ഒത്തിരി ഡിഫറെന്റ് ആസ്പെക്ട്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. ഫോർ എക്സാമ്പിൾ പേഷ്യന്റെ ഫാമിലി സിറ്റുവേഷൻസ്, കൊമോബിഡിറ്റീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആദ്യം ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം ഇത് എങ്ങനെയായിരിക്കും എഴുതുന്നത് എന്നുള്ളത്. ഓക്കെ, ഓക്കെ, സോ ഇപ്പൊ ഇവിടെ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, ഓർഡർ ഓഫ് ഇമ്പോർട്ടൻസ് അത് തന്നെയാണ് തീമാറ്റിക്കൽ റെപ്രസെന്റേഷൻ. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, പർപ്പസ് ഓഫ് റൈറ്റിംഗ് എഴുതും, പിന്നെ മെയിൻ മെഡിക്കൽ ഇഷ്യൂ എഴുതും, പിന്നീട് സെക്കൻഡറി അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് എഴുതും, അതിനുശേഷം ഡിസ്ചാർജ് പ്ലാൻ. ഓക്കെ, ദിസ് ഇസ് ഹൗ വി റെപ്രസെന്റ് തീമാറ്റിക്കലി. ആദ്യം നമ്മൾ മെയിൻ മെഡിക്കൽ ഇഷ്യൂ എഴുതും, പിന്നെ സെക്കൻഡറി അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ തീമാറ്റിക്കൽ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ഓർഡർ ഓഫ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. സോ ഇപ്പോ ഇവിടെ പറയുന്നത് എന്താണ്, യൂസിംഗ് ദ ഇൻഫർമേഷൻ ഗിവൻ ഇൻ ദ കേസ് നോട്ട് റൈറ്റ് എ ഡിസ്ചാർജ് ലെറ്റർ ടു മിസ് ജോർജിൻ പോൺസ്ഫോണ്ട്, resident community health nurse at the community retirement home. This letter will accompany Mr. Ramamurthy back to the retirement home upon his discharge tomorrow. Okay, so നമ്മൾ എഴുതുന്നത് ആർക്കാണ്, റെസിഡന്റ് കമ്മ്യൂണിറ്റി നഴ്സിനാണ്. And this letter will accompany Mr. Ramamurthy back to the retirement home upon his discharge tomorrow. So ഈ ഒരു റൈറ്റിംഗ് ടാസ്ക് നമുക്ക് ആക്ച്വലി ക്ലിയർ അല്ല എന്താണ് എന്നുള്ളത് അല്ലെ. ഓഫ് കോഴ്സ് എന്തായാലും ഇത് വായിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുന്നത് മേ ബി ഇതൊരു കണ്ടിന്യൂഡ് കെയറോ അല്ലെങ്കിൽ ഫോളോ അപ്പ് കെയർ ഒക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ ഇങ്ങനത്തെ കേസസിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്ചാർജ് പ്ലാനും കൂടെ വായിച്ചാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് എന്ന് അല്ലെ. നമുക്ക് നോക്കാം, കേസ് നോട്ട് നോക്കാം. ലെറ്റ്സ് മൂവ് ടു ദ കേസ് നോട്ട്. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, സോ ഐ ഹോപ്പ് എവരിബഡി ക്യാൻ സീ ദ കേസ് നോട്ട്. സോ കേസ് നോട്ടിൽ എന്താ പറയുന്നത്, ഫസ്റ്റ് പേഷ്യന്റ് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ലയണൽ രാമമൂർത്തി ഹോസ്പിറ്റലിൽ തന്നിട്ടുണ്ട്. പിന്നെ
patient details തന്നിട്ടുണ്ട്, ലൈക്ക് marital status, residence, next of kin, admission date, discharge date, diagnosis തന്നിട്ടുണ്ട് pneumonia, past medical history തന്നിട്ടുണ്ട്, social background തന്നിട്ടുണ്ട്, medical history തന്നിട്ടുണ്ട്, medical background തന്നിട്ടുണ്ട്, medical progress തന്നിട്ടുണ്ട്, nursing management തന്നിട്ടുണ്ട്, assessment തന്നിട്ടുണ്ട്, discharge plan തന്നിട്ടുണ്ട് അല്ലേ. സോ ഇവിടെ നമുക്ക് യെസ് വായിക്കുമ്പോൾ അറിയാം എന്താണ്. Encourage oral fluid, ambulant as per physio, encourage chest physio, sitting preferred to lying down to ensure postural drainage, good progress overall, paracetamol if necessary, keep warm, good nutrition, needs help monitoring diet അല്ലെ, ഡയറ്റ് മോണിറ്ററിംഗ് ഒക്കെ ചെയ്യണം. യെസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട് അല്ലെ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, തീമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യാം അല്ലെ. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം മെയിൻ മെഡിക്കൽ ഇഷ്യൂ ആദ്യം പറഞ്ഞതിന് ശേഷം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സെക്കൻഡറി ഇഷ്യൂസ് നമുക്ക് പിന്നീട് പറയാം. ഓക്കെ, ആ ഒരു രീതിയിൽ നമുക്ക് ഫോളോ ചെയ്യാം. ഇപ്പോൾ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഡിസ്ചാർജ് പ്ലാൻ ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഫസ്റ്റ് ഇപ്പം അഗെയിൻ ത്രൂ ഔട്ട് ദ ലെക്ചർ ഉണ്ടല്ലോ, അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണോ വേണ്ടത് അത് ആദ്യം പറഞ്ഞതിന് ശേഷം ബാക്കി സെക്കൻഡറി റിലേറ്റഡ് ഇഷ്യൂസ് നമുക്ക് പിന്നീട് പറയാം. ഓക്കെ, അഗെയിൻ ലെക്ചർ മാത്രമല്ല കേട്ടോ ഓർഗനൈസ് ചെയ്യുന്നത്, ലൈക്ക് പാരഗ്രാഫുകളിലും നമുക്ക് ഓർഗനൈസേഷൻ ഫോളോ ചെയ്യാം. ഇപ്പം ലെറ്റർ ആസ് എ ഹോൾ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഓരോ പാരഗ്രാഫുകളിലും ഓർഗനൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പാരഗ്രാഫ് ഓർഗനൈസേഷൻ ഇൻ ദ സെൻസ് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് പറയുവാണ് സോഷ്യൽ ഹിസ്റ്ററി അല്ലെങ്കിൽ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി. ജസ്റ്റ് ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി. സോ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററിയിൽ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ടാവും അല്ലെ. മേ ബി ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, ഹൈപ്പർ ലിപ്പിഡിമിയ ഉണ്ട്, ബ്ലഡ് പ്രഷർ ഉണ്ട്, ഡയബറ്റിസ് ഉണ്ട്, അല്ലെങ്കിൽ ഓസ്റ്റോ ആർത്രൈറ്റിസ് ഇന്ന വർഷം മുതലുണ്ട്. അപ്പൊ ഇതിന് ഒത്തിരി ഡേറ്റ് തന്നിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നില്ലെങ്കിൽ ഡേറ്റ്സ് വെച്ചിട്ട് ചെയ്യാം അല്ലെ. ഇപ്പം ആദ്യം 2009 മുതൽ ഇതുണ്ട് അങ്ങനെ പറയാം. അതല്ല, ഡിപ്പെൻഡിങ് ഓൺ ദ റെസിപ്പിയന്റ് നമുക്ക് പറയാം. ജസ്റ്റ് ഇമാജിൻ ഫിസിയോതെറാപ്പിസ്റ്റിനാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം മെൻഷൻ ചെയ്യുക. ഇപ്പോൾ ഓസ്റ്റോ ആർത്രൈറ്റിസ് ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. മേ ബി പേഷ്യന്റ് കെയിൻ വെച്ചിട്ട് നടക്കുന്നുണ്ടാവും, അപ്പൊ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആദ്യം പറഞ്ഞതിന് ശേഷം സെക്കൻഡറി ഇഷ്യൂസ്, അതിനുശേഷം താഴെ ഇങ്ങനെ പോവാം. മേ ബി ലിവ്സ് അലോൺ ഒക്കെ നമുക്ക് ലാസ്റ്റിൽ പറഞ്ഞാൽ മതി, കാരണം അത്രയും റെലവെന്റ് അല്ല അവർക്ക് അറിയേണ്ടത് മൊബിലിറ്റി റിലേറ്റഡ് കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ ആദ്യം മെൻഷൻ ചെയ്തതിനു ശേഷം സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, ലാസ്റ്റിലേക്ക് പറയാം. അഗെയിൻ മറ്റേ രീതിയിൽ നമുക്ക് ഫോളോ ചെയ്യാം. ഇപ്പം ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ് ഒക്കെ ഇന്ന വർഷം മുതലുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ. സോ അഗെയിൻ പാരഗ്രാഫ് ഓർഗനൈസേഷനും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഈ രണ്ട് രീതികളും നമ്മൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക ഓർഗനൈസ് ചെയ്യുമ്പോൾ. ഓക്കെ, and now let's move to the next next slide. So next slide പറയുന്നത് ക്ലിയർ പാരഗ്രാഫ്സ്. പാരഗ്രാഫ് അഗെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പാരഗ്രാഫ് പ്ലാൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുക. അതായത് നമുക്ക് ഒരു കേസ് നോട്ട് കിട്ടി, കേസ് നോട്ട് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, എന്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ ഞാൻ ഇന്ന കാര്യങ്ങൾ എഴുതും, ഞാൻ എന്റെ സെക്കൻഡ് പാരഗ്രാഫിൽ ഇത്ര കാര്യങ്ങൾ എഴുതും, അല്ലെങ്കിൽ ഈ പോയിന്റ്സ് ഒക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. തേർഡ് പാരഗ്രാഫിൽ ഇന്ന പോയിന്റ്സ് എഴുതും, ലാസ്റ്റ് പാരഗ്രാഫിൽ ഡിസ്ചാർജ് പ്ലാൻ ആണ്, അപ്പൊ ഇത്ര കാര്യങ്ങളാണ് ഞാൻ എഴുതുന്നത് എന്നുള്ളൊരു പ്ലാൻ നമുക്ക് ഉണ്ടായിരിക്കണം. ഓർഗനൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. പിന്നെ പല സ്റ്റുഡൻസും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അവരെന്ത് ചെയ്യും, ഒത്തിരി വലിയ പാരഗ്രാഫുകളായിട്ട് എഴുതിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യും. ആൻഡ് ദർ ആർ സ്റ്റുഡൻസ് ഹു റൈറ്റ് വെരി കൺസൈസ്ലി, ഭയങ്കര കൺസൈസ് ചെയ്ത് ഒറ്റൊരു സെന്റൻസിൽ കോംപ്ലെക്സ് സെന്റൻസസ് എഴുതും. അഗൈൻ ഈ രണ്ട് രീതിയും നിങ്ങൾ ഫോളോ ചെയ്യരുത്. കാരണം ഒത്തിരി വലിയ പാരഗ്രാഫ്സും വളരെ ചെറിയ ലൈക്ക് ഒറ്റൊരു സെന്റൻസ് ഒരിക്കലും ഒരു പാരഗ്രാഫ് ആക്കില്ല. ഓക്കെ, മോർ ദൻ വൺ സെന്റൻസ് ആക്ച്വലി മേക്സ് എ സെൻസ്. പലരും വിചാരിക്കുന്നു ഓക്കെ 4 ലൈൻസ് ഉണ്ടല്ലോ, അപ്പൊ അതൊരു സെന്റൻസ് ലൈക്ക് 2-3 സെന്റൻസ് ആയി അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ആയി. നോ, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ലൈൻസ്, ഇറ്റ്സ് അബൌട്ട് സെന്റൻസസ്. ഒരു സെന്റൻസ് ആണെങ്കിൽ അതൊരു പാരഗ്രാഫ് അല്ല, ഇറ്റ്സ് ജസ്റ്റ് വൺ സെന്റൻസ്. മോർ ദൻ വൺ സെന്റൻസ് ആണല്ലോ ഒരു പാരഗ്രാഫ് ആവത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ മനസ്സിലുണ്ടാവണം, കീപ് ദാറ്റ് ഇൻ മൈൻഡ്. അത് കൂടാതെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഹോമോജീനിയസ് ആയിട്ട് പാരഗ്രാഫ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇപ്പോൾ ആദ്യത്തെ പാരഗ്രാഫിൽ ഒരു 4 സെന്റൻസ് എഴുതുന്നെങ്കിൽ നെക്സ്റ്റ് പാരഗ്രാഫിലും അതുപോലെ തന്നെ ലൈക്ക് ഒരു ഹോമോജീനിയസ് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ ഫോളോ ചെയ്യുക, ലൈക്ക് ഈവൻ ആയിട്ട് തന്നെ ഫോളോ ചെയ്യുക. അത് കഴിഞ്ഞ്
ഓരോ പാരഗ്രാഫുകൾ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഡേറ്റ ഇൻക്ലൂഡ് ചെയ്യുക. സോ ദാറ്റ് ഈസ് അഗെയിൻ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പിന്നെ യെസ്, ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. യെസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓർഗനൈസേഷനിൽ ശ്രദ്ധിക്കുന്നത്. അതായത് ഓർഗനൈസേഷൻ ഇൻ ദ സെൻസ് നമ്മൾ ലെറ്റർ ആസ് എ ഹോൾ ലെറ്ററും നിങ്ങൾ ഓർഗനൈസ് ചെയ്യണം. പിന്നെ ഓരോ പാരഗ്രാഫുകളിലേക്ക് വരുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, ലേ ഔട്ട് ലൈക്ക് ഓർഗനൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ഇങ്ങനെ അവിടുന്ന് ഇവിടുന്നും ഡേറ്റ എടുത്തെഴുതാതെ പ്രോപ്പർലി ഓർഗനൈസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ലെറ്റർ എഴുതുക കേട്ടോ. ഇനി ലേ ഔട്ട് ഓൾസോ പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ വെൻ ഇറ്റ് കംസ് ടു OET റൈറ്റിംഗ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ലേ ഔട്ടിന്റെ കാര്യം. നമ്മൾ ഫസ്റ്റ് റെസിപ്പിയന്റിന്റെ പേര്, I hope you can see the slide. Let's move to the next slide. So recipient in the pair, in a job title, institution name of the institution or organization, street number plus street name, town അല്ലെങ്കിൽ city. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അഡ്രസ്സിൽ വരും അല്ലെ, അഡ്രസ്സിന്റെ കാര്യങ്ങളാണത്. അത് പ്രോപ്പർ ആയിട്ട് തന്നെ ഫോളോ ചെയ്യുക when it comes to layout. And അതിനുശേഷം like this is a basic layout of an OET letter. Let's move to the next slide. അപ്പോൾ അഡ്രസ് ആദ്യം വരണം, ഡേറ്റ് അഗൈൻ ഇത് ഇന്റർചേഞ്ചബിൾ ആണ്. യു ക്യാൻ റൈറ്റ് ഡേറ്റ് ഓർ അഡ്രസ് either first or second, doesn't matter. ഫസ്റ്റ് അഡ്രസ് എഴുതുവാണെങ്കിൽ സെക്കൻഡ് ഡേറ്റ് എഴുതുക, അതല്ലേ ഡേറ്റ് ഫസ്റ്റ് എഴുതുവാണെങ്കിൽ അഡ്രസ് സെക്കൻഡ് എഴുതുക. there is no issue in doing that. പിന്നെ ഗ്രീറ്റിംഗ് എഴുതുക, ഗ്രീറ്റിംഗ് ലൈക്ക് ഡിയർ ഓർ whatever it is. Then reference, പിന്നെ നമ്മളുടെ കോണ്ടന്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പിന്നെ ക്ലോസിംഗ് സെന്റൻസ്, if you have any queries please do not hesitate to contact me, അല്ലെങ്കിൽ please do not hesitate to contact me if you have any queries. Whatever it is you can write according to your will. പിന്നീട് ക്ലോസിംഗ് phrase, that is yours sincerely അല്ലെങ്കിൽ faithfully designation. So ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുക ലെറ്ററിൽ ലേഔട്ടിനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പം മേക്ക് ഷുവർ ദാറ്റ് യുവർ ലെറ്റർ ഇസ് ലെഫ്റ്റ് അലൈൻഡ്. ഓക്കെ, പല സ്റ്റുഡൻസും പാരഗ്രാഫ് ഒക്കെ എഴുതുമ്പോൾ നടുക്കുന്ന എഴുതാറുണ്ട്. നോ, ഡോണ്ട് ഡു ദാറ്റ്. ലെഫ്റ്റ് അലൈൻഡ് തന്നെ, ലെഫ്റ്റ് മാർജിനോട് തൊട്ട് ചേർന്ന് തന്നെ അത് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി റിയലി ഓക്കെ. അപ്പൊ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾ ലെറ്റർ എഴുതുവാണെങ്കിൽ ഓഫ് കോഴ്സ് യു വിൽ ഗെറ്റ് much more marks in this criterion. So just follow all these things. നിങ്ങൾ എപ്പോഴും ലെറ്റർ എഴുതുമ്പോൾ ഒന്നില്ലെങ്കിൽ ക്രോണോളജിക്കലി അല്ലെങ്കിൽ തീമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഡിപ്പെൻഡിങ് ഓൺ ദ കേസ് നോട്ട്. അർജന്റ് കൺസൾട്ടേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ക്രോണോളജിക്കലി ചെയ്യാം, ലൈക്ക് ഒത്തിരി ഡേറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ. അതല്ല എങ്കിൽ ദ അതർ വൺ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ആദ്യം എഴുതുക, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് രണ്ടാമത് എഴുതുക. അപ്പോൾ ഇങ്ങനെ എഴുതുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, സോ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? Okay, so I hope it is clear to you. So ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് OET ലെറ്റർ എഴുതുവാണെങ്കിൽ of course it will be really helpful for you. And make sure that you read, plan accordingly. And നമ്മൾ ഒത്തിരി സമയം എടുത്തിട്ട് തന്നെ വായിക്കുക. കാരണം സമയം കുറച്ച് എടുക്കുന്നത് അനുസരിച്ച് നമ്മളുടെ ലെറ്ററിന് ഓർഗനൈസേഷൻ അത് നന്നായിട്ട് ബാധിക്കും. Okay, so just make sure that you read properly and take time to read it, so that you could take only very less time to write a letter. ലെറ്റർ എഴുതാൻ ശരിക്കും നമുക്ക് ഒത്തിരി സമയം വേണ്ട, ഒരു 20-25 മിനിറ്റ്സിനുള്ളിൽ നല്ലൊരു ലെറ്റർ നമുക്ക് എഴുതാനായിട്ട് പറ്റും. The thing is you need to focus on what to write, അല്ലെ, എന്താണ് എഴുതേണ്ടത്, എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതാണ് ഫോക്കസ് ചെയ്യേണ്ടത്. വൺസ് യു പിക്ഡ് ഔട്ട് ലൈക്ക് എന്തൊക്കെയാണ് എഴുതേണ്ടതെന്ന് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ ഓർഡർ ആയിട്ട് അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്ത് എഴുതാന്നുള്ളത് നോക്കാം. Okay, so just make sure that you follow all these things and you will be able to score good marks in OET writing. So I hope this session was informative. We'll be seeing you soon with another YouTube live session. This is Rehana from IILT. Thank you.